എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നറൂട്ടോ, ബൊറൂട്ടോ, സാസുക അങ്ങനെ എല്ലാവരും ആ ഡയമെൻഷൻ ഓപ്പൺ ചെയ്ത് ഇപ്പൊ ലീഫ് വില്ലേജിലേക്ക് വരികയാണ്. നറൂട്ടോയെ കണ്ട ഉടൻ ഹിനട്ട അവൾ ഓടി വന്ന് നറൂട്ടോയെ ഹഗ് ചെയ്യും. അതുപോലെ തന്നെ ബൊറൂട്ടോയോട് ചോദിക്കും, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേന്ന് ചോദിച്ച് അവന്റെ മുഖത്ത് തലോടും. ഹേമാവരിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവളുടെ ഫാമിലിയെ ഇത്രയും സ്നേഹത്തില് അവൾ ഇതുവരെ കണ്ടിട്ടില്ല. അതേസമയം മറ്റൊരു ഭാഗത്ത് സാസുക, സാക്കുറ, സാറട അവര് മൂന്നുപേരും ഹഗ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ ഷിങ്കിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ആ ഒരു ഡയമെൻഷനിലേക്ക് പോയിട്ട് ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ അവനിപ്പോ തിരികെ വന്നിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വണ്ടടിച്ച് ബൊറൂട്ടോയെ തന്നെ നോക്കി നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ബൊറൂട്ടോയുടെ വീട് കാണിക്കാണ്. അവിടെ ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ കീറിയ കോട്ട് അത് സ്റ്റിച്ചൊക്കെ ചെയ്തു വെച്ച് അതിന്റെ ഭംഗി ആസ്വദിക്കും. ഹിനട്ട ചോദിക്കും, നിനക്ക് പുതിയ കോട്ടിന്റെ ആവശ്യമുണ്ടോ? ബൊറൂട്ടോ ചിരിച്ചിട്ട് പറയും, ഇല്ല, എനിക്ക് ഈ ഒരു കോട്ട് അത് തന്നെ ധാരാളമാണ്. അതിനുശേഷം അവൻ നേരെ ഷിങ്കിയെ കാണാനായിട്ട് ഷിങ്കിയുടെ അടുത്തേക്ക് വരും. ഷിങ്കി, ഐ എം റിയലി സോറി. ഞാൻ ആക്ച്വലി നിന്നെ ചീറ്റ് ചെയ്യായിരുന്നു. ആ നിഞ്ചാ ടൂൾ ഉപയോഗിച്ച് ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്തതിന് മാപ്പ് ചോദിക്കുകയാണ്. ഇതെല്ലാം എന്റെ തെറ്റാണ്. ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല. അതിന് ഷിങ്കി അവൻ പ്രത്യേകിച്ചൊന്നും പറയാതെ അവിടുന്ന് കടന്നു പോവും. അപ്പൊ അവന്റെ കൂടെയുള്ള ഒരു പെൺകുട്ടി അവള് പറയും, നിന്റെ നിഞ്ചാ ടൂള്, സത്യം പറഞ്ഞ നിന്റെ നിഞ്ചാ ടൂള് അത് അടിപൊളിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇനി ഒരിക്കലും അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് അവളും ഇപ്പൊ കടന്നു പോവും. ബൊറൂട്ടോ സാഡായി നിൽക്കുന്നത് കണ്ട് സാറടയും മെയ്സുകയും അവർ രണ്ടുപേരും അവന്റെ അടുത്തേക്ക് വരും. അവരെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതേസമയം ഇവിടെ മറ്റൊരു ഭാഗത്ത് ഷിക്കമരു അവൻ തകർന്നു പോയ ഭാഗങ്ങള് അവിടെ എല്ലാം തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഷിക്കമരുവും സാസുകയും നറൂട്ടോയും അവർ മൂന്നുപേരും ഇപ്പൊ മാൻഷനിലേക്ക് വരികയാണ്. നറൂട്ടോ പറയും, തീർച്ചയായിട്ടും ഇതൊന്നിന്റെ അവസാനമല്ല, ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് കാഗുയെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ അത് സ്റ്റാർട്ട് ചെയ്യണം. അതിനു മുൻപ് ഗ്രാമത്തിൽ നിന്ന് ഒളിച്ചോടി പോയ അവനെ ആദ്യം കണ്ടെത്തണം. സാസുക ആകെ അപ്സെറ്റ് ആയിട്ട് ഇപ്പൊ പുറത്തേക്ക് പോവാൻ നേരം നറൂട്ടോ ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? ഉടനെ സാസുക, എനിക്കിതൊന്നും കേട്ട് വെറുതെ ഇരിക്കാൻ കഴിയില്ല, എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യണം. നറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് പ്രയാസം തോന്നും. നീ കുറച്ച് ദിവസമെങ്കിലും വീട്ടിൽ റെസ്റ്റ് എടുക്ക്. ഉടനെ സാസുക അവനിപ്പോ അങ്ങനെ തിരിഞ്ഞ് നറൂട്ടോയെ നോക്കും. നീയാണോ റെസ്റ്റിന്റെ കാര്യം പറയുന്നേ? എനിക്ക് ഉറപ്പായാലും പോയേ പറ്റൂന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു പോകും. അപ്പൊ ഷിക്കമരു ആണെങ്കിൽ അടുത്തിരുന്ന ഫയൽസ് അതൊന്നായി മറിച്ചു നോക്കും. എന്തായാലും യൂണിയൻ എക്സാമിന്റെ കാര്യം അതിങ്ങനെയൊക്കെ ആയി. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാവരും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ നമ്മൾ എല്ലാവരും ഒത്തുകൂടി ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ആളെ ചുനിനാക്കണം. അതിനാണെങ്കിൽ നറൂട്ടോയ്ക്ക് സമ്മതമാണ്. നറൂട്ടോ പറയും, ഇന്ന് എന്തായാലും എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. ഷിക്കമരു പറയും, അതിനു മുൻപായിട്ട് ഈ ഫയൽസ് മുഴുവൻ നീ സൈൻ ചെയ്യണം. ആ ഫയൽസ് കണ്ട് നറൂട്ടോ അവൻ അടുത്ത സെക്കൻഡ് ബോധം പോയി താഴേക്ക് വീഴും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോ ആൻഡ് ടീം അവരാണെങ്കിൽ കാര്യമായിട്ട് ലാസ്റ്റ് ടൈം ഉണ്ടായ ചുനിയൻ എക്സാമിനെ കുറിച്ചും ആ വില്ലന്മാരുടെ ഫൈറ്റിനെ കുറിച്ചൊക്കെ കാര്യമായിട്ട് സംസാരിക്കും. എല്ലാവർക്കും അത്ഭുതം തോന്നിയത് മെയ്റ്റ്സികയുടെ റിയൽ പവർ കണ്ടിട്ടാണ്. ഉടനെ മെയ്റ്റ്സിക പറയും, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അവരെ അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും എന്റെ പവർ മുഴുവൻ അവർ അബ്സോർബ് ചെയ്തെടുത്തിരുന്നു. അങ്ങനെ അവർ ക്യാഷ്വലായിട്ട് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ഷിക്കഡായ ആൻഡ് ടീം അവിടേക്ക് വരിക. അതിനുശേഷം എപ്പോഴത്തേതും പോലെ ഷിക്കഡയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഇപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യാണ്. പണ്ടൊക്കെ അവർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അവർക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ സംസാരിക്കാനില്ല. അവർ രണ്ടുപേരും ഇപ്പൊ മറ്റേതോ ഭാഗത്തേക്ക് നോക്കി മിണ്ടാതിരിക്കും. ഉടനെ ഷിക്കഡ അവൻ ബൊറൂട്ടോയുടെ കൈ പിടിക്കും. ഐ എം സോറി, ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. നിനക്ക് എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയാം. പക്ഷെ അപ്പോഴൊക്കെ എനിക്കതിന് സാധിച്ചില്ല. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടേന്നറിയില്ല. അയ്യോ അല്ല, ഞാനാണ് തെറ്റുകാരൻ. നിന്നോട് ചെയ്ത തെറ്റ്, അതിന്റെ കുറ്റബോധം കാരണം എനിക്ക് നിന്നെ ഫേസ് പോലും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം മാപ്പ് ചോദിക്കും. അതിനുശേഷം പൊട്ടിച്ചിരിച്ച് പഴയതുപോലെ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവർ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്ത കാര്യം അത് മറക്കാൻ കഴിയില്ല. സത്യത്തില് നമ്മുടെ പപ്പമാര് അവർക്ക് ഇത്രയും പവർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ പപ്പയുടെ പവർ കണ്ട് ഞാൻ ഷോക്കായി. പക്ഷെ ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അതിലും പവർഫുള്ളായ ഒരു ഷിനോബിയായിട്ട് ഞാൻ മാറും. മാത്രമല്ല നമ്മളോട് ഏറ്റുമുട്ടിയ ഷിങ്കി, അവന്റെ അയൺ സാൻഡിന്റെ പവർ അതും എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് ഇപ്പൊ ബൊറൂട്ടോ പറയും. ഷിക്കടയ്ക്കാണെങ്കിൽ അവന്റെ സ്റ്റോറിയൊക്കെ കേട്ട് ചിരി വരും.
ആക്ച്വലി നമ്മളെ തന്നെ വിലയിരുത്തിയത് ഭയങ്കര പവർഫുൾ ആണെന്നാണ്. പക്ഷേ മറ്റുള്ള ഗ്രാമത്തിലുള്ള സ്റ്റുഡൻസുമായിട്ട് ഏറ്റുമുട്ടിയപ്പോഴാണ് നമ്മുടെ വീക്ക്നെസ് അത് എത്രമാത്രം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. ബൊറൂട്ടോ, എനിക്ക് നിന്നെപ്പോലെ നിന്റെ അച്ഛന്റെ പാത പിന്തുടരണം എന്നൊന്നും അല്ല ആഗ്രഹം. എനിക്ക് എന്റേതായ ഒരു പാത അത് കണ്ടെത്തി മുൻപോട്ട് പോയി ട്രെയിനിങ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് എല്ലാവരെയും തോൽപ്പിക്കുന്ന ഒരു നമ്പർ 1 ഷിനോബി ആവണം. തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം ബൊറൂട്ടോ, ഞാൻ നിന്നെ തോൽപ്പിക്കും. നീ സയന്റിഫിക് നിഞ്ച ടൂൾ അല്ല, എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചാലും യാതൊരു കാര്യമില്ല. ഞാൻ നിന്നെ തോൽപ്പിച്ചിരിക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് കുറച്ച് നാണക്കേടും തോന്നും. കട്ട് ചെയ്താ ഇപ്പൊ ഷിങ്കി ആന്റിയും അവരാണെങ്കിൽ ലീഫ് വില്ലേജിൽ നിന്ന് തിരികെ പോവാണ്. ഷിങ്കി ആണെങ്കിൽ ഇപ്പൊ ഗാറയെ നോക്കും. പപ്പ, ആക്ച്വലി ആ ബൊറൂട്ടോ അവൻ ശരിക്കും ഒരു മണ്ടനാണല്ലേ. ഒട്ടും പവർ ഇല്ലാത്ത അവൻ ആ വില്ലന്മാരുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാൻ പോയി. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ എന്റെ 7 അയലത്തെത്താനുള്ള പവറില്ല. അങ്ങനെയുള്ളവനാണ് ആ വില്ലനുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാൻ അവന്റെ നേർക്ക് പോയത്. ഗാറയാണെങ്കിൽ അതിന് ദേഷ്യപ്പെട്ട് പറയും, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനല്ല ഇവിടെ വന്ന് നല്ല രീതിയിൽ ചുനിയൻ എക്സാം അത് അറ്റൻഡ് ചെയ്യാനാണ് ഇവിടേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. സോ എങ്ങനെ അത് അച്ചീവ് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം, ഒരു നിഞ്ചാവെ അതങ്ങനെ കണ്ടെത്താം എന്ന് മാത്രം ചിന്തിക്കുക. ഒരു കാരണവശാലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടരുത്. അത് കേട്ട് ഷിങ്കിക്ക് അവൻ ഒരുപാട് വിഷമായി ഇപ്പൊ തല താഴ്ത്തി നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോ അവനാണെങ്കിൽ സാസുകയുടെ അടുത്തേക്ക് വരാണ്. ആക്ച്വലി സാസുക അവനും ബൊറൂട്ടോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. സാസുക ബൊറൂട്ടോയോട് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഇവിടുന്ന് പോകാൻ സമയമായി. അവിടെ നടന്ന കാര്യങ്ങള് അത് നിനക്കും എനിക്കും ആ വില്ലന്മാർക്കും മാത്രമേ അറിയൂ. എന്റെ റെനീങ്ങം കണ്ണുകൊണ്ടാണ് നിനക്ക് ആ വില്ലനെ ക്ലോസപ്പ് ഷോട്ടിൽ കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല അവൻ സംസാരിക്കുന്ന കാര്യങ്ങൾ അത് കേൾക്കാൻ കഴിഞ്ഞത്. നടന്ന കാര്യങ്ങളൊന്നും തന്നെ നോർമൽ അല്ല. സോ ഒരു കാരണവശാലും നീ നിന്റെ ഗാർഡ് അത് ഡൗൺ ചെയ്യാനായിട്ട് പാടില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എനിക്കൊരു സിഗ്നൽ തരണം. എവിടെ ആയിരുന്നാലും ഞാൻ ഓടി നിന്റെ അടുക്കലേക്ക് വരും. ഞാൻ ആക്ച്വലി ഇതൊന്നും നിന്നെ പേടിപ്പിക്കാൻ പറയുന്നതല്ല, പക്ഷേ നീ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ബൊറൂട്ടോ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേൾക്കും. താങ്ക് യു സോ മച്ച്. എനിക്ക് ചെയ്ത എല്ലാ ഹെൽപ്പിനും. മാസ്റ്റർ, ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ട്രെയിനിങ് തരണം. അങ്ങയുടെ ഹെഡ് ബാൻഡ് എനിക്ക് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ആ ഹെഡ് ബാൻഡ് അവൻ തിരിച്ചു കൊടുക്കുകയാണ്. അതിന് സാസുക ആളാണെങ്കിൽ അവന്റെ ഷോൾഡറിൽ തട്ടും. ഇത് ഞാൻ നിനക്ക് തരുന്നൊരു ഗിഫ്റ്റാണ്. എന്റെ സ്റ്റുഡൻ്റായ നിനക്ക് ഇതൊരു പ്രത്യേക ഐഡന്റിഫിക്കേഷൻ ആണ്. ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കാതിരിക്കുകയോ കളയാനോ പാടില്ല. നിന്റെ കയ്യിൽ തന്നെ എപ്പോഴും ഇതുണ്ടാവണം. ഇത് കേട്ട് ബൊറൂട്ടോയ്ക്ക് ഇപ്പൊ ഡബിൾ ഹാപ്പിയായി അവൻ തിരികെ പോവാണ്. ഉടനെ സാറഡ അവളിപ്പോ സാസുകയുടെ അടുത്തേക്ക് വരും. സാറഡയ്ക്കാണെങ്കിൽ ഫയർ സ്റ്റൈൽ ഫയർ ബോൾ ജിപ്സു അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കണം. അത് അവള് പപ്പയോട് പഠിപ്പിച്ചു തരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പപ്പ ഇനി പോയാ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടല്ലേ വരൂ. പോകുന്നതിന് മുൻപ് ഈ ഒരു ഒറ്റ കാര്യം ഇത് മാത്രം എനിക്ക് പഠിപ്പിച്ചു തരണം. സാസുയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവളെ പഠിപ്പിച്ചു കൊടുക്കണോ വേണ്ടോ എന്നറിയാതെ അവൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഉടനെ സാറുടെ ആണെങ്കിൽ ആളുടെ കൈ പിടിച്ച് വലിച്ച് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും. സാസുക ചിരിച്ച് വാത്സല്യത്തോടുകൂടെ അവളുടെ വാശിക്ക് മുൻപിൽ നിന്ന് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ നൈറ്റ് മേറ്റ്സുകി അവനാണെങ്കിൽ ഒരു വലിയ മരത്തിന്റെ ബ്രാഞ്ചിൽ ഒരു ഭാഗത്തായിട്ട് നിൽക്കും. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അവന്റെ പപ്പ സാക്ഷാൽ ഒറോച്ചിമാറു. പപ്പ, എന്തു പറ്റി? എന്തിനാണ് അത്യാവശ്യമായിട്ട് എന്നെ കാണാൻ വന്നത്? ഒറോച്ചിമാറു പറയും, ഒരു കാരണവശാലും നിന്റെ സേജ് പവർ അത് പുറത്തെടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. എനിക്കറിയാം അത്രയും വലിയൊരു ഘട്ടം വന്നതുകൊണ്ടാണ് നീ അത് യൂസ് ചെയ്തതെന്ന്. പക്ഷേ അത് നീ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ഈ ഗ്രാമത്തിലുള്ളവർ അറിയും. പിന്നെ നിനക്ക് ഈ ഗ്രാമത്തിൽ നിൽക്കാൻ കഴിയില്ല. മെയ്റ്റ്സിയൊക്കെയാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. അവൻ പറയും, എന്റെ സൂര്യൻ, എന്റെ ബൊറൂട്ടോ അവനെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരവസ്ഥയിലാണ് ഞാൻ ആ പവർ യൂസ് ചെയ്തത്. എന്റെ മുൻപിൽ അപ്പൊ വേറെ വഴിയില്ലായിരുന്നു. അത് കേൾക്കേണ്ട താമസം ഒറോച്ചിമാറു അവൻ പ്രത്യേകിച്ചൊന്നും പറയാതെ അവന്റെ ക്ലൗണിനെ ബ്രേക്ക് ചെയ്ത് അവിടുന്ന് കടന്നുപോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ക്ലാസ് ഹെഡിനെയും ഫ്രണ്ട്സിനെയും കാണിക്കും. അവരാണെങ്കിൽ ഇപ്പൊ റെസ്റ്റോറന്റിലേക്ക് വന്ന് ഫുഡും ജ്യൂസൊക്കെ കഴിച്ച് ബൊറൂട്ടോടെ ഒരു ഇന്റർവ്യൂ കാണുകയാണ്. ആണെങ്കിൽ ചുനിയൻ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ആ വില്ലന്മാരുമായിട്ട് എങ്ങനെ ഏറ്റുമുട്ടി, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബൊറൂട്ടോട് ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ചും വ്യക്തമായിട്ടുള്ള ഉത്തരം അവൾക്ക് കൊടുക്കും. അതിനുശേഷം വലിയ പരിക്കുകളൊന്നും പറ്റാതെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവൻ തിരിച്ച് അവന്റെ ടീംമേറ്റ്സിന്റെ അടുത്തെത്തും. ബൊറൂട്ടോ സാറഡയോട് പറയും, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഹൊക്കാഗെ ആവുക എന്നതല്ലേ. നീ തീർച്ചയായിട്ടും ഒരു ഹൊക്കാഗെ ആവണം. നിന്റെ വലം കൈയായി നിന്റെ കൂടെ തന്നെ ഞാനുണ്ടാവും. സാറഡ, നിനക്കറിയോ
എനിക്ക് ഹൊക്കാഗെ ആവാൻ ഒട്ടും ഇഷ്ടമല്ല. എന്റെ പപ്പയുടെ ലൈഫാണ് ഹൊക്കാഗെ എന്ന ആ ഒരു പദവിയെ എന്നെ ഏറ്റവും വെറുപ്പിച്ചത്. എന്റെ ആഗ്രഹം നിന്റെ പപ്പയെ പോലെ ഒരു സൂപ്പർ ഷിനോബിയായി ജീവിക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ ഒരു കാഷ്വലായി കുറച്ചു നേരം സംസാരിച്ച് മെയ്റ്റ്സുകയും സാറടയും അവർ രണ്ടുപേരും അവിടുന്ന് കടന്നുപോകും. ഉടനെ ബൊറൂട്ടോ അവനാണെങ്കിൽ ആ വില്ലത്തി അവനോട് പറഞ്ഞ കാര്യങ്ങൾ അത് വീണ്ടും വീണ്ടും ഓർക്കും. അതിനുശേഷം ബൊറൂട്ടോ അവൻ വീട്ടിലേക്ക് വരും. ഇത്തവണ ബൊറൂട്ടോയ്ക്ക് വലിയൊരു സസ്പെൻസുമായിട്ടായിരിക്കും നറൂട്ടോ വരിക. നറൂട്ടോ ഹീമാവരിക്കും ബൊറൂട്ടോയ്ക്കും വേണ്ടി ഒരു ബർത്ത്ഡേ കേക്ക് അത് വാങ്ങിക്കൊണ്ട് ഇപ്പൊ അവരുടെ ഇടയിലേക്ക് വരും. ബൊറൂട്ടോ കൈ ചുരുട്ടി നറൂട്ടോയുടെ വയറ്റിലൊരൊറ്റ ഇട്ടി. അത് റിയൽ നറൂട്ടോ ആണോ അതോ അവന്റെ ക്ലൗൺ ആണോ എന്നറിയാനാണ് അത്തരത്തിലൊരു പരീക്ഷണം. ഇത് ക്ലൗൺ അല്ല, നമ്മുടെ റിയൽ പപ്പയാണെന്ന് പറഞ്ഞ് ഹീമാവരിയും ബൊറൂട്ടോയും ഇപ്പൊ നറൂട്ടോയെ കെട്ടിപ്പിടിക്കും. അതിനുശേഷം അവർ ഹാപ്പി ആയിട്ട് ഇപ്പൊ കേക്കൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബൊറൂട്ടോയും നറൂട്ടോയും അവർ രണ്ടുപേരും ഹാപ്പിയായി രാവിലെ തന്നെ മോർണിംഗ് വാക്കിന് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.